പ്രഭാതഭേരി. അരിവില ഉയരുകയോ വെളിച്ചെണ്ണ വില പെട്ടെന്ന് താങ്ങാനാവാതാവുകയോ ചെയ്താൽ അത് കേരളത്തിന് വെറുമൊരു വിലവിവര കണക്ക് മാത്രമല്ല, കുടുംബങ്ങളുടെ ആശങ്കയാണ്. വിലക്കയറ്റവും പണപ്പെരുപ്പവും മറ്റ് വിപണികളെ ഉലയ്ക്കുമ്പോൾ സപ്ലൈകോ എന്നറിയപ്പെടുന്ന കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ പതിറ്റാണ്ടുകളായി സംസ്ഥാനത്തിന്റെ വിപണി സംവിധാനത്തിൽ ഒരു സ്റ്റെബിലൈസറായി പ്രവർത്തിച്ച് കേരളത്തിന്റെ സാമൂഹ്യക്ഷേമ പ്രതിബദ്ധതയെ അടയാളപ്പെടുത്തുന്നു. എന്നാൽ ബാധ്യതയായ ആയിരക്കണക്കിന് കോടി രൂപയ്ക്ക് പരിഹാരം കാണാതെ സാധാരണക്കാരുടെ ഈ അത്താണിയെ കടക്കിണറിലേക്ക് തള്ളിവിടുകയാണോ? പല ഘട്ടങ്ങളിലായി വിപണി ഇടപെടലിന് ചെലവിട്ട 1500 കോടിയിലേറെ രൂപയുൾപ്പെടെ 2100 കോടിയിലധികം രൂപയാണ് സംസ്ഥാന സർക്കാർ സപ്ലൈകോയ്ക്ക് നൽകാനുള്ളത് എന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. സപ്ലൈകോ നടത്തുന്ന 3 തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 10 വർഷത്തിനിടെ സപ്ലൈകോയുടെ മാറ്റത്തിനും അതിന്റെ പ്രതിസന്ധിക്കും ഇടയാക്കിയതെന്ന് പറയേണ്ടി വരും. മലയാള മനോരമ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ഷില്ലർ സ്റ്റീഫൻ. അതിൽ പ്രധാനം റേഷൻ വിതരണ ചുമതല സപ്ലൈകോ ഏറ്റെടുത്തതാണ്. കേന്ദ്രത്തിന് കീഴിലുള്ള ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഗോഡൌണുകളിൽ നിന്ന് അരിയും സാധനങ്ങളും റേഷൻ കടകളിൽ എത്തിക്കുന്ന വാതിൽപ്പടി വിതരണം എന്ന് പറഞ്ഞ സംവിധാനം സപ്ലൈകോ ചെയ്യുന്നു. അതുകൂടാതെ നെല്ല് സംഭരണം, കേരളത്തിലെ കർഷകരിൽ നിന്ന് നെല്ല് സംഭരിച്ച് പിന്നീട് അത് മില്ലുകളിൽ എത്തിച്ച് സംസ്കരിച്ച് അരിയാക്കി പിന്നീട് ഈ അരി റേഷൻ സംവിധാനത്തിലേക്ക് വേണ്ടി റേഷൻ കടകളിൽ എത്തിക്കുന്നു. ഇനി മൂന്നാമത് അങ്കണവാടികൾക്കും സ്കൂളിലെ ഉച്ചഭക്ഷണത്തിനും ഒക്കെ അരിയും സാധനങ്ങളും കൊടുക്കുന്നത് സപ്ലൈകോയാണ്. ഇതിനെല്ലാം പുറമെ കോവിഡ് കാലത്ത് കിറ്റ് കൊടുത്ത ഒരു പ്രത്യേക പരിപാടി സർക്കാർ നടപ്പാക്കിയിരുന്നു. ആ കിറ്റുകളെല്ലാം തയ്യാറാക്കിയത് സപ്ലൈകോയാണ്. ഇതിനെല്ലാം കോടിക്കണക്കിന് രൂപ സംസ്ഥാനവും കേന്ദ്ര സർക്കാരും സപ്ലൈകോയ്ക്ക് കൊടുക്കാണ്ട് ഈ ഒരു വൻ കുടിശ്ശികയാണ് സപ്ലൈകോയെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ എത്തിച്ചത്. ഇത്തരം ചുമതലകൾ നിർവഹിച്ച് കൃത്യമായി പോകണമെങ്കിൽ ആ ചെലവിടുന്ന പണം കൃത്യമായി സമയത്ത് സപ്ലൈകോയിൽ തിരിച്ചെത്തണം. അത് എത്തുന്നില്ല എന്നുള്ളതാണ് സപ്ലൈകോ നേരിടുന്ന വലിയ പ്രതിസന്ധി. അതിന് ഉത്തരവാദികൾ സർക്കാരാണെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം വെച്ചാൽ കൃത്യസമയത്ത് പണം കിട്ടുന്നില്ല. പിന്നെ അതിലൊരു വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പല പണവും നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായ ഒരു കണക്ക് സൂക്ഷിക്കണം, രേഖകൾ കൃത്യമായിരിക്കണം. അത്തരം കാര്യങ്ങളിലും സപ്ലൈകോയുടെ ഭാഗത്ത് കുറച്ച് പാളിച്ചകൾ ഉണ്ട് എന്ന് തന്നെ പറയണം. പിന്നെ ചില കാര്യങ്ങളിലൊക്കെ ക്രമക്കേടുകൾ ഉണ്ടെന്ന് വിവിധ ഏജൻസികൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പം അതിലെല്ലാം പിഴവുകളുണ്ട്. ഓഡിറ്റ് ചെയ്ത് കണക്കുകൾ സൂക്ഷിച്ച് കൃത്യമായി അത് അയച്ചു കൊടുത്ത് പണം വാങ്ങിയെടുക്കുന്നതിൽ സപ്ലൈകോയ്ക്ക് ഉണ്ടായ ചില വീഴ്ചകളുണ്ട്. സപ്ലൈകോയെക്കുറിച്ച് ആവർത്തിച്ചുള്ള ഇത്തരം റിപ്പോർട്ടുകൾ സാധാരണ ഉപഭോക്താക്കളിൽ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. സബ്സിഡി റീഇംബേഴ്സ്മെന്റുകളിലെ കാലതാമസവും വർദ്ധിച്ചുവരുന്ന ബാധ്യതകളും സമയബന്ധിതമായ സംഭരണത്തെയും വിതരണത്തെയും ബാധിച്ചേക്കുമോ എന്ന് ഗുണഭോക്താക്കൾ ആശങ്കപ്പെടുന്നു. ഞാൻ സ്ഥിരമായി സപ്ലൈകോയിൽ നിന്ന് സാധനം മേടിക്കുന്ന ഒരാളാണ് എത്രയോ വർഷമായിട്ട്. ഗുണഭോക്താവ് ഉഷ ബാലൻ. ഇപ്പം നമുക്ക് എപ്പോ വില കൂടിയ സമയത്തായാൽ പോലും സപ്ലൈകോ നമുക്ക് വളരെ സഹായമാണ്. പ്രത്യേകിച്ച് നമുക്ക് ഈ ഓണം, വിഷു എന്നൊക്കെ പറഞ്ഞ വിശേഷ സമയങ്ങളിലും കൂടുതൽ വേണ്ടിയപ്പോഴും ഒക്കെ നമ്മളെ സഹായിക്കുന്നത് ഈ സപ്ലൈകോയാണ്. സപ്ലൈകോ ഇപ്പൊ വളരെ പ്രതിസന്ധി കൂടെയാണ് പോകുന്നതെന്ന് അറിഞ്ഞു. അപ്പൊ ഒരു ഭയമുണ്ട്, അത് നിർത്തേണ്ടി വരുമോ? നമ്മുടെ എല്ലാവരുടെയും എത്താനെയാണ് ഈ സപ്ലൈകോ. ഗുണഭോക്താവ് അമൽ രാജ്. നമ്മളെ പോലുള്ളവർക്കെല്ലാം വളരെ ആശ്വാസകരമായ രീതിയിലേക്ക് ആശ്രയിക്കാവുന്ന ഒരു സ്ഥാപനമായിട്ടാണ് നമ്മൾ സപ്ലൈകോയെ കാണുന്നത്. ഞാൻ സപ്ലൈകോയിൽ പോകുന്നത് ഞാനും വൈഫും കുട്ടികളും എല്ലാം ഒരുമിച്ചാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഒരു ടേസ്റ്റ് അനുസരിച്ചുള്ള സാധനങ്ങൾ എടുക്കാനും സെലക്ട് ചെയ്യാനുള്ള ഒരു കംഫർട്ടബിൾ എൻവയോൺമെന്റ് ആണ്. നമ്മുടെ ബജറ്റ് ഫ്രണ്ട്ലി ആയ ഒരു പർച്ചേസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഈ സപ്ലൈകോയിലൂടെ നമുക്കിപ്പോൾ കിട്ടുന്നത്. ഇതിന് ഏതെങ്കിലും രീതിയിലേക്ക് തടസ്സം വരിക എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും ഇത് ഇവിടുത്തെ സാധാരണക്കാരുടെ ഒരു നട്ടലൊടിക്കുന്ന ഒരു സാഹചര്യമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. വില നിർണയവും പ്രവർത്തന ചെലവുകളും സന്തുലിതമാക്കിക്കൊണ്ട് സപ്ലൈകോ നേരിയ മാർജിനിലാണ് പ്രവർത്തിക്കുന്നത്. സംഭരണ വിലയിലെ വർധനവും ഗതാഗത ചെലവുകളും അരി, വെളിച്ചെണ്ണ തുടങ്ങിയവയുടെ വിപണി നിരക്കുകളിലെ ഏറ്റക്കുറച്ചിലുകളും സപ്ലൈകോയുടെ ചുമലിലെ ഭാരം വർദ്ധിപ്പിക്കുന്നു. സബ്സിഡി വിഹിതം വൈകുകയോ അപര്യാപ്തമാവുകയോ ചെയ്യുമ്പോൾ കോർപ്പറേഷന്റെ പ്രവർത്തന മൂലധന സൈക്കിൾ നിലയ്ക്കുന്നു. ഇത് വിതരണത്തിലെ സ്ഥിരതയെ നേരിട്ട് തന്നെ ബാധിക്കുന്നു. ഇവിടെയാണ് ഘടനാപരമായ പരിഷ്കാരങ്ങളില്ലാതെ നിലവിലെ സബ്സിഡി മാതൃക സുസ്ഥിരമാണോ എന്ന ചോദ്യം ഉയരുന്നത്. വിലക്കയറ്റം അടക്കമുള്ള കാര്യങ്ങളിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് സംസ്ഥാന ഗവൺമെന്റിന്റെ പൊതുവിതരണ ശൃംഖലയാണ്. സിവിൽ സപ്ലൈസ് വകുപ്പ് മുൻ മന്ത്രി അനൂപ് ജേക്കബ്. എന്നാൽ പൊതുവിതരണ ശൃംഖലയിലെ ഏറ്റവും പ്രധാന ഘടകമായ സപ്ലൈകോയുടെ കീഴിലുള്ള മാവേലി സ്റ്റോറുകൾ സാമ്പത്തിക പ്രതിസന്ധിയിൽ നഷ്ടം തിരിയുകയാണ് എന്നത് ഏതാനും വർഷങ്ങളായി നിലകൊള്ളുന്ന ഒരു വസ്തുതയാണ്.
ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഗവൺമെന്റ് 2016 മുതൽ 2021 വരെയുള്ള കാലയളവിൽ 13 സബ്സിഡി സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിക്കാതെ ഒരേ വിലയിൽ വിൽപ്പന നടത്തുകയുണ്ടായി. സബ്സിഡി സാധനങ്ങൾക്ക് അതായത് 16 മുതൽ 2021 വരെയുള്ള കാലയളവിൽ ഒരേ വിലയിൽ വിൽപ്പന നടത്തിയപ്പോൾ വലിയ കുടിശ്ശിക കടന്നു വന്നു. അത് സ്വാഭാവികമായിട്ട് നമുക്കറിയാം, വാങ്ങൽ റേറ്റ് കൂടുമല്ലോ. 2016 വാങ്ങുന്ന റേറ്റ് അല്ല 2018 19 ഒക്കെ. അപ്പോൾ വാങ്ങുന്ന റേറ്റ് എപ്പോഴും വർദ്ധിക്കുകയും വിൽപ്പന വില ഒരേ നിലയിൽ പോവുകയും ചെയ്യുമ്പോൾ വലിയ നഷ്ടം കോർപ്പറേഷൻ ഉണ്ടാവുകയാണ് ഉണ്ടായത്. എന്നാൽ ആ നഷ്ടം നികത്താൻ ഗവൺമെന്റ് തയ്യാറാവാതെ വന്നപ്പോൾ വലിയ ഈ കുടിശ്ശിക വീണ്ടും ഭീമമായി കയറുകയുണ്ടായി. അങ്ങനെയാണ് സ്വാഭാവികമായിട്ട് ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് എത്തിച്ചേരാനുള്ള ഇട വന്നത്. ഞാനിത് പലപ്പോഴും നിയമസഭയിലൊക്കെ ഈ വിഷയം ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതാണ്. അടിയന്തരമായി ഗവൺമെന്റ് ആവശ്യമായ തുക സപ്ലൈകോയ്ക്ക് നൽകുകയും അതനുസരിച്ച് ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കാനും കഴിയുക എന്നത് ആവശ്യമാണ്. സപ്ലൈകോ INTUC സംസ്ഥാന പ്രസിഡന്റ് ആർ വിജയകുമാർ. കഴിഞ്ഞ കുറേ നാളുകളായി സപ്ലൈകോയിലെ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാവി തുലാസിൽ എന്ന പോലെയാണ് സപ്ലൈകോ മാനേജ്മെന്റും സർക്കാരും ഇതിനെ നോക്കിക്കാണുന്നത്. 2500 കോടി രൂപ 3 ബാങ്കിൽ നിന്നും സപ്ലൈകോ കടമെടുത്തിട്ടാണ് നെല്ല് സംഭരണം നടത്തിയിട്ടുള്ളത്. അതൊരു 4 വർഷം മുമ്പേ ഉള്ള കഥയാണ്. അതിൻ്റെ പലിശ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ 300 കോടിയോളം വരും പ്രതിവർഷം പലിശ. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ചർച്ചകൾ കേട്ടു. ഇത് ഇവിടെ സപ്ലൈകോയിൽ നിന്ന് പോകാൻ പോവുകയാണ്. ഏറ്റവും ഒടുവിലായിട്ട് അത് തീരുമാനിച്ചിട്ടുള്ളത് സപ്ലൈകോ നെല്ല് സംഭരിക്കുകയും ഇതിൻ്റെ ഫിനാൻസ് കൊടുക്കുന്നത് സഹകരണ സംഘങ്ങൾ, സൊസൈറ്റി ആയിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ സൊസൈറ്റി കൊടുക്കുന്നത് പഴയ കടമല്ല, പുതിയതാണ്. ഇന്നു മുതൽ സംഭരിക്കുന്ന നെല്ലിൻ്റെതാണ് സൊസൈറ്റി ഏറ്റെടുത്തിരിക്കുന്നത്. ഈ കിട്ടാനുള്ള 2500 കോടി അത് ഇന്ന് 3400 കോടിയായി. ആ കോടി സപ്ലൈകോയ്ക്ക് സർക്കാർ തരേണ്ടതാണ്, തരുന്നില്ല. അതുമാത്രമല്ല, മാർക്കറ്റ് ഇൻ്റർവെൻഷൻ സപ്ലൈകോ ആണ് വിപണിയിൽ ഇടപെടുന്നത്. ഈ വിപണി ഇടപെടലുമായി ബന്ധപ്പെട്ട് 1500-ലധികം കോടി രൂപ സപ്ലൈകോയ്ക്ക് കിട്ടാനുണ്ട് സർക്കാരിൽ നിന്ന്. 1 രൂപ സർക്കാർ തരുന്നില്ല. കഴിഞ്ഞ വർഷം 110 കോടി രൂപ ആണ് അധികമായിട്ട് ബഡ്ജറ്റിനപ്പുറം തന്നു എന്നൊക്കെ പറഞ്ഞത്. ഈ 1500 കോടിയോളം രൂപ MIO വഴിയും മാർക്കറ്റ് വിപണി ഇടപെടൽ വഴി കിട്ടാനുണ്ട്. 3000 കോടി രൂപ ഈ PRS വായ്പയുമായി നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത കടം സപ്ലൈകോയ്ക്കുണ്ട്. ഈ 4500 കോടി രൂപ അല്ലെങ്കിൽ 4900 കോടി രൂപ സർക്കാർ സപ്ലൈകോയ്ക്ക് തന്ന ഇത് വൻ ലാഭത്തിലാണ്. ഈ സ്ഥാപനത്തെ നഷ്ടത്തിലാക്കി. ഈ സ്ഥാപനത്തെ നഷ്ടത്തിൻ്റെ കണക്ക് പറഞ്ഞ് ജീവനക്കാർക്ക് എസ്ക്രീഷ് കൊടുക്കുന്നില്ല, ബോണസ് കൊടുക്കുന്നില്ല. ഞങ്ങൾ ആശങ്കാകുലരാണ്. സപ്ലൈകോ അനുബന്ധ ഏജൻസികളുമായി ചേർന്ന് മിനിമം താങ്ങുവിലയിൽ നെല്ല് സംഭരിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിരുന്നു. അതുവഴി കർഷകർക്ക് വിപണി ഉറപ്പാക്കുകയും വിപണി ദുരിതങ്ങളിൽ നിന്ന് അവരെ സംരക്ഷിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ സംഭരണ പേയ്മെന്റുകളിൽ ആവർത്തിച്ചുള്ള കാലതാമസം അടുത്തിടെ ഒരു പ്രധാന ആശങ്കയായി മാറിയിരിക്കുന്നു. കേരളത്തിലെ നെൽകൃഷിയുടെ നട്ടെല്ലായ ചെറുകിട നാമമാത്ര കർഷകർക്ക് സമയബന്ധിതമായ സംഭരണവും പണമടയ്ക്കലും കേവലം കടം തീർക്കൽ മാത്രമല്ല, അതിജീവനത്തിന് തന്നെ അത്യാവശ്യമാണ്. 2005-2006 കാലഘട്ടം മുതലാണ് നെല്ല് സംഭരണം സപ്ലൈകോ ഏറ്റെടുക്കുന്നത്. നെൽ കർഷക സംരക്ഷണ സമിതി സംസ്ഥാന പ്രസിഡന്റ് റജീന അഷ്റഫ്. ആദ്യമൊക്കെ പണം അക്കൗണ്ടിലേക്ക് നേരിട്ട് വരികയായിരുന്നു എങ്കിൽ ഇപ്പോൾ ലോണായിട്ടാണ് നമുക്ക് പണം നൽകുന്നത്. ലോണായിട്ട് പണം നൽകുന്നു എങ്കിൽ പോലും അത് സമയത്ത് ലഭിക്കുന്നില്ല. കാരണം 4 മാസം വരുമാനമില്ലാത്തവനായി ജോലി ചെയ്യുന്ന കർഷകന് നെല്ല് കൊടുത്തു കഴിഞ്ഞാൽ പണം ഒരാഴ്ചയ്ക്കുള്ളിൽ ലഭിക്കുക എന്നുള്ളത് അവൻ്റെ ഏറ്റവും വലിയ ആവശ്യമാണ്. കാരണം 4 മാസമായിട്ട് ഇവന് വരുമാനമില്ല. പക്ഷേ പിന്നെയും 6 മാസത്തോളം നമ്മൾ പണത്തിനായി ലോണായിട്ടാണെങ്കിൽ പോലും പണത്തിനായി കാത്തിരിക്കേണ്ട ഒരു ദുരവസ്ഥ ലോകത്തൊരിടത്തും ഇല്ലാത്ത ഒരു ദുരവസ്ഥ. അവനവൻ ഉൽപ്പാദിപ്പിച്ചു കൊണ്ടുവരുന്ന മുതൽ കൊടുത്തതിന് ശേഷം ആ പണത്തിനായി നീണ്ട കാലയളവ് കാത്തിരിക്കേണ്ട ദുരവസ്ഥ എന്ന് മാത്രമല്ല, ഈ പണം സർക്കാർ യഥാർത്ഥ സമയത്ത് തിരിച്ചടച്ചില്ല എങ്കിൽ കർഷകൻ സിബിൽ സ്കോറിലാകുന്നു. അവന്റെ കുട്ടികൾക്കൊരു വിദ്യാഭ്യാസ ലോൺ എടുക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവന്റെ മകളുടെ വിവാഹ ആവശ്യത്തിനായി ലോൺ എടുക്കാൻ ചെല്ലുമ്പോഴോ ഇത് വലിയൊരു ബുദ്ധിമുട്ടായി നമുക്ക് നിലനിൽക്കുന്നു. ഈ വെല്ലുവിളികൾക്കിടയിലും കേരളത്തിന്റെ ക്ഷേമ ജീവിതത്തിന് സപ്ലൈകോ അനിവാര്യമാണ്. വിലയിലെ ചാഞ്ചാട്ടവും സാമ്പത്തിക സമ്മർദ്ദവും നിലനിൽക്കുന്ന സമയങ്ങളിൽ സപ്ലൈകോയുടെ സാന്നിധ്യം ഇപ്പോഴും വിപണിയിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട്. സാമ്പത്തിക സുതാര്യത മെച്ചപ്പെടുത്തിയും വിതരണ ശൃംഖല മാനേജ്മെന്റ് നവീകരിച്ചും സമയബന്ധിതമായ ഫണ്ട് ഉറപ്പാക്കിയും സപ്ലൈകോയെ നിലനിർത്തേണ്ടത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരുടെ മാത്രം ആവശ്യമല്ല. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം പൊതുവിതരണ സമ്പ്രദായം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി 12 ഉൽപ്പന്നങ്ങൾ സബ്സിഡി വിലയ്ക്ക് കൊടുക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. സപ്ലൈകോ എംപ്ലോയീസ് യൂണിയൻ CITU സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് NA മണി.
സബ്സിഡികളൊക്കെ കൊടുക്കുന്നതോടൊപ്പം തന്നെ കോവിഡ് കാലത്തും പ്രളയകാലത്തും സൗജന്യമായ സബ്സിഡിയോടുകൂടിയും അതോടൊപ്പം തന്നെ സൗജന്യ കിറ്റുകളും വിതരണം ചെയ്യുന്നതിന് വേണ്ടി കഴിഞ്ഞു. ഇതിന്റെ എല്ലാം ഭാഗമായിട്ടാണ് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും സബ്സിഡി ഉൽപ്പന്നങ്ങൾ കൊടുത്തതിന്റെ ഭാഗമായിട്ട് ഉൾപ്പെടെ കൊടുക്കേണ്ട തുക വലിയൊരു തുകയായി മാറിയിരിക്കുകയാണ്. പക്ഷേ ഉണ്ടെങ്കിൽ പോലും ഇത്തരം സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നുകൊണ്ട് തന്നെ ഗവൺമെന്റ് പൊതുവിപണിയിൽ ഇടപെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ കൂടി ഇടപെട്ടുകൊണ്ട് വില കുറച്ച സാധനങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഈ യാഥാർത്ഥ്യം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഗവൺമെന്റ് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നത് വലിയ ആശ്വാസകരമായ നടപടിയാണ്. ജനങ്ങൾക്ക് വേണ്ടിയാണ് ഗവൺമെന്റ് ഇത് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ സബ്സിഡി ഇനത്തിൽ സാധനങ്ങൾ കൊടുക്കുന്നതുകൊണ്ട് തന്നെ സ്വാഭാവികമായും നഷ്ടത്തിൽ വരും. പക്ഷെ എന്നാൽ ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷം ഓഡിറ്റിംഗ് നടത്തിയതിന്റെ ഭാഗമായി സപ്ലൈകോ ലാഭത്തിൽ വന്നിരിക്കുകയാണ്. അതിന്റെ കണക്കുകൾ കേരളത്തിലെ ഗവൺമെന്റും അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്തെ സപ്ലൈകോന്റെ മാനേജ്മെന്റും പുറത്തുവിട്ടു. സപ്ലൈകോ ക്ഷാമത്തെക്കുറിച്ചോ സബ്സിഡികളെക്കുറിച്ചോ മാത്രമല്ല, ക്ഷേമനയവും സാമ്പത്തിക യാഥാർത്ഥ്യവും തമ്മിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന ബന്ധത്തെക്കുറിച്ചാണ്. ആവശ്യമായ ഫണ്ട് നൽകി സപ്ലൈകോയെ പുനരുജ്ജീവിപ്പിച്ച് നിർത്തിയില്ലെങ്കിൽ നഷ്ടമാകുന്നത് ഒരു വില നിയന്ത്രണ സംവിധാനം മാത്രമല്ല, കേരളത്തിന്റെ ഭക്ഷ്യസുരക്ഷയുടെയും സാമൂഹ്യ തുല്യതയുടെയും ആത്മവിശ്വാസമുള്ള ഒരു സംരക്ഷകനെയുമാണ്.